നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് മാർക്കറ്റ് തുടങ്ങും മുൻപ് തന്നെ അന്നത്തെ ഒരു ബയസ് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫ്രൈഡേയിലെ പ്രൊഫൈലാണ്, അതായത് ജൂലൈ 10. നമുക്ക് ആദ്യം വോളിയം പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റാണ്. അപ്പം ഓരോ 5 മിനിറ്റിലും നടന്ന വോളിയം, അതായത് അത്രയും ട്രേഡ് ചെയ്ത വോളിയത്തിനെ ഒരു ഹൊറിസോണ്ടലായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ വോളിയം പ്രൊഫൈലിലൂടെ. വോളിയം പ്രൊഫൈൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് പി ഷേപ്പ്, ഒരു ക്യാപിറ്റൽ പി ഷേപ്പ് പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. പ്രൈസ് ഒരു ഷാർപ്പ് അപ്സൈഡ് മൂവിന് ശേഷം മേളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രൊഫൈലാണ് ഈ പി ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പോസിറ്റീവ് പ്രൊഫൈലാണ്. അതായത് മാർക്കറ്റ് ആദ്യം തന്നെ അപ്സൈഡോട്ട് പോയിട്ട് പിന്നെ അവിടെ സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായി. അതാണ് ഈ പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നതാണ് സ്മോൾ ലെറ്റർ ബി ഷേപ്ഡ്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിനാറിയോ. അതായത് പ്രൈസ് നേരെ താഴെ വന്ന് അക്യുമുലേഷൻ നടന്നത് താഴെയാണ്. അതായത് ലോവർ സൈഡിലാണ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ഇക്വിലിബ്രിയം വന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു നെഗറ്റീവ് ബയാസ് ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രൊഫൈലാണ് സ്മോൾ ലെറ്റർ ബി ഷേപ്ഡ്. ഇനി നമുക്ക് ഡി ഷേപ്ഡ്, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഡി ഷേപ്ഡ് പ്രൊഫൈലോട്ട് വരാം. ഇതിനെ പറയുന്ന പേര് ബാലൻസ്ഡ് പ്രൊഫൈലാണ്. അപ്പം ഇങ്ങനൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് എൻ്റെ അർത്ഥം. മീൻ റിവിഷൻ അതിൻ്റെ മേളത്തെ വാല്യൂ ഏരിയ ഹൈയിലും വാല്യൂ ഏരിയ ലോയിലും സംഭവിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഈ രണ്ട് ടെർമിനോളജി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. അടുത്തതായിട്ടുള്ളതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി ഷേപ്ഡ് പ്രൊഫൈൽ. ഇവിടെ അക്യുമുലേഷൻ മേളിലും താഴെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇതിന് 2 പോയിൻ്റ് ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ നടുക്കിലുള്ള ഏരിയ ഒരു ലോ വോളിയം നോഡാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ടേംസ് പരിചയപ്പെടാം. 1 വാല്യൂ ഏരിയ, 2 വാല്യൂ ഏരിയ ഹൈ, 3 വാല്യൂ ഏരിയ ലോ, 4 വോളിയം പോയിൻ്റ് ഓഫ് കൺട്രോൾ. നേരത്തെ പറഞ്ഞ ഈ 4 കാര്യങ്ങളും ഞാൻ ഈ ഡി ഷേപ്ഡ് പ്രൊഫൈലിൽ ഞാൻ മാർക്ക് ചെയ്ത് തരാം. അതിന് മുന്നേ ഞാൻ വാല്യൂ ഏരിയ എന്താണെന്ന് പറയാം. ഈ വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെഷൻ്റെ വോളിയം ആണോ അതോ ഒരു ഡേയുടെ മൊത്തത്തിലുള്ള വോളിയം ആണോ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡേയിൽ അല്ലെങ്കിൽ ആ സെഷനിൽ ഏറ്റവും കൂടുതൽ വോളിയം ട്രാൻസാക്ഷൻ നടന്ന ഏരിയയാണ് ഈ വാല്യൂ ഏരിയ. അതിന് നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്നത് ഒരു സെഷൻ്റെയോ ഒരു ഡേയുടെയോ 70% വോളിയം ട്രാൻസാക്റ്റ് ചെയ്ത ഏരിയയാണ് നമ്മൾ വാല്യൂ ഏരിയ ആയിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലിൽ ഞാൻ വാല്യൂ ഏരിയ ഇപ്പം മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്തതാണ് വാല്യൂ ഏരിയ. അപ്പോൾ നമുക്ക് വാല്യൂ ഏരിയ മനസ്സിലായി. ഈ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ്, അതാണ് വാല്യൂ ഏരിയ ഹൈ. ഞാനിപ്പം ഈ മാർക്ക് ചെയ്തതാണ് വാല്യൂ ഏരിയ ഹൈ. ഇനി അതേപോലെ തന്നെ ഈ വാല്യൂ ഏരിയയുടെ ബോട്ടം പോർഷൻ, അതാണ് വാല്യൂ ഏരിയ ലോ. ഞാനിപ്പോൾ മാർക്ക് ചെയ്യാം വാല്യൂ ഏരിയ ലോ. ഇനി ലാസ്റ്റ് ടെർമിനോളജിയാണ് വോളിയം പോയിൻ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ VPOC. ഇപ്പം ഈ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ആ റെഡ് ലൈന്. അപ്പം അതാണ് നമ്മുടെ VPOC. ഈ VPOC എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം ഏറ്റവും കൂടുതൽ വോളിയം ട്രാൻസാക്ഷൻ നടന്ന ആ പ്രൈസിൻ്റെ ഏരിയയാണ് VPOC എന്ന് പറയുന്നത്. അതൊരു സെഷൻ ആവാം, ഒരു ഡേ ആവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്കിനി നേരെ ചാർട്ടിലോട്ട് പോവാം. എന്നിട്ട് ജൂലൈ 10 വെള്ളിയാഴ്ച എന്ത് പ്രൊഫൈലാണ് ഫോം ആയത്, ഏതൊക്കെ പ്രൊഫൈൽ നമുക്ക് തലേ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ഇനിയിപ്പം അടുത്ത മൺഡേ നമ്മൾ എന്ത് ടൈപ്പ് പ്രൊഫൈലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 4 സോൺസും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മേളിൽ കാണുന്ന, അതായത് വാല്യൂ ഏരിയയുടെ മേളിലുള്ള വാല്യൂ ഏരിയ ഹൈ, അത് കഴിഞ്ഞിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്താണ് VPOC, അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാല്യൂ ഏരിയ ലോ, അതിന് താഴെ ഒരു ലോ വോളിയം നോഡ്. ഇത് ജൂലൈ 10 പ്രൊഫൈലാണ്. അപ്പോൾ നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ച ഡിഫറെൻറ്റ് പാറ്റേൺസ് വെച്ചിട്ട്. അപ്പം നമ്മൾ പഠിച്ച വൺ ഓഫ് ദ പാറ്റേൺസ് ആയിരുന്നു പി ഷേപ്പ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ പി ഷേപ്ഡ് പ്രൊഫൈൽ. അത് തന്നെയാണ് വെള്ളിയാഴ്ച സംഭവിച്ചത്. അതായത് പ്രൈസ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് അഗ്രസീവായിട്ട് മേളിൽ പോയിട്ട് പിന്നെ മേളിലായിരുന്നു, അല്ലെങ്കിൽ ടോപ്പ് പോർഷനിലായിരുന്നു കൺസോൾഡേറ്റ് ചെയ്തത്. അപ്പം നമുക്കത് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ആദ്യത്തെ ഒരു ഇനീഷ്യൽ പുഷിന് ശേഷം, അത് ഒരു ബയേഴ്സ് ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ കൺസോൾഡേറ്റ് ചെയ്യായിരുന്നു. ആ വാല്യൂ ഏരിയ ലോ ശരിക്കും ഒരു 5 മിനിറ്റിൽ ഒരു പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കൗട്ട് അങ്ങനെ വന്നിട്ടില്ല. ഒരു ചെറിയൊരു അറ്റംപ്റ്റ് വന്നെങ്കിലും ആ ലോ വോളിയം നോഡിൻ്റെ തൊട്ട് മേലെ അത് തട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ പൊതുവെയുള്ളൊരു ബയാസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മാർക്കറ്റിന് ഭയങ്കര ഒരു പോസിറ്റീവ് തിങ് ആണ്. അതായത് മേലെയുള്ള വാല്യൂ ഏരിയ മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഈ ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ.
പക്ഷേ നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കണം. കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഗ്ലോബൽ ഇൻസിഡൻസിനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ടാമതും യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ഒരു 10 അല്ലെങ്കിൽ 150-200 പോയിൻറ്റ് മൺഡേ ഗ്യാപ്പ് ഡൗൺ ആയാലും നമുക്കതിൽ അതിശയോക്തിയൊന്നുമില്ല. അപ്പം അത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിൽ വെക്കണം. കാര്യം നമ്മൾ ടെക്നിക്കൽസിന് ഒരു പരിധിയുണ്ട്, പിന്നെ മാർക്കറ്റ് അതിലും കൂടുതലായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽസ് ആൻഡ് ന്യൂസ്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. ഇപ്പം നമ്മൾ വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ഒരു ബയാസ് എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവായിട്ട് വോളിയം പ്രൊഫൈൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കഴിഞ്ഞൊരു 3-4 ദിവസത്തെ വോളിയം പ്രൊഫൈൽ നമ്മൾ സൈഡ് ബൈ സൈഡായിട്ട് അനലൈസ് ചെയ്യാം. അപ്പം നമുക്കിപ്പം 8, 9, 10 ജൂലൈ ഇപ്പം ഈ 3 ദിവസത്തെ പ്രൊഫൈലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരൊറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും 8-ാം തീയതി ആ ന്യൂസ് കാരണം വന്ന ഒരു ഫോള്, ഒരു ഒരു ലോ വോളിയം നോഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് അവിടെ ഒരു ലിക്വിഡിറ്റി വോയിഡ് ആയിരുന്നു. ആ ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് 9-ാം തീയതിയിലും 10-ാം തീയതിയിലും പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അവിടെ ഒരു നല്ല കാര്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 8-ാം തീയതിയിലെ VPOC എന്ന് പറയുന്നത് ബോട്ടത്തിലായിരുന്നെങ്കിൽ 9-ാം തീയതിയിലും 10-ാം തീയതിയിലും VPOC അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹൈ ആയിട്ട് വരികയായിരുന്നു. അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ഈ താഴത്തെ വാല്യൂ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ആയിട്ട് മേലിലേക്കുള്ളൊരു വാല്യൂ ഏരിയയിലോട്ടുള്ള പ്രൈസ് ഡിസ്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് ഫോർ ദ മാർക്കറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ദർ ഇസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ന്യൂസ് കമ്മിങ് ടുമോറോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയ കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഒരു പാർട്ട് 2 കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാര്യം നമുക്കിപ്പം ഈ ലെവൽസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഈ ലെവൽസിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇപ്പം ഒരുപാട് അബ്സോർപ്ഷൻ ബേസ്ഡ് സെറ്റപ്പ് ഈ വാല്യൂ ഏരിയ അതുപോലെ വോളിയം പ്രൊഫൈലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്നുകൂടി വാച്ച് ചെയ്യുക, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം ആ വീഡിയോസും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. അതിന് പുറമെ ഞാൻ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കായിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെയും ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ ഫ്രീ ആയിട്ടൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കൊടുക്കാറ്. അതുമാത്രമല്ല നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും പ്രീ മാർക്കറ്റ് ലെവൽസ് നമ്മൾ വോളിയം പ്രൊഫൈലായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ ലെവൽസ് ആദ്യം തന്നെ മാർക്കറ്റ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ലെവൽസും ഒരു ട്രേഡ് ഹിൻസൊക്കെ കൊടുക്കാറുണ്ട്. കോൾസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പം കോൾസ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് നന്നായിട്ട് ട്രേഡ് എടുക്കാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇതാക്കിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.